മെസ്സി, CR7 ആൻഡ് നെയ്മർ 3 പേരുണ്ട്. ഇത് കാണാൻ വേണ്ടി തന്നെ കുറേ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കാറ് അതിലേക്ക് വെച്ചു. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മാട് ഹൈലൈറ്റ് മാളിൻ്റെ കാഴ്ചകൾ കേട്ടോ. പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അടിപൊളി നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ട് കണ്ടാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മാട് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ മുന്നിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്താളി. അതുപോലെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്താളി കേട്ടോ. ഇതുണ്ടെങ്കിൽ അടിപൊളി കാഴ്ച അവിടെ തന്നെ ഉണ്ട്. ഇതായിട്ടോ നമ്മുടെ ചെമ്മാട് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പ്. അവിടെയാണ് ഹൈലൈറ്റ് മാള് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നത് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ കേട്ടോ. അടിപൊളി. ഞാൻ ആദ്യമായിട്ട് കാണാത്തത്. എത്ര ലെയറായിട്ടുള്ള അറിയാം. അവിടെ ഒരു കാർ പാർക്ക് കേട്ടിട്ടുണ്ടല്ലോ. അത് കാണാം നമുക്ക് ആദ്യം. ഇത് കേരളത്തിലെ ആദ്യമാണോ? മലബാറിൽ ആദ്യമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കേരളത്തിൽ ആദ്യമാണെന്നുള്ള അറിയില്ല കേട്ടോ. ഏതായാലും ഇത് കാണാൻ വേണ്ടി തന്നെ കുറേ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കാറ് അതിലേക്ക് വെച്ചു. ഇനി എങ്ങനെയാണ് ഇത് ഈ ഭാഗത്ത് കൂടി എങ്ങനെ പൊങ്ങായിരിക്കും അല്ലേ? 1 2 3 4 5 6 7 8 9 10 ലെയറായിട്ടുണ്ട്. 10 ലെയറായിട്ട് അതിങ്ങനെ തിരിഞ്ഞിങ്ങനെ പോകുമായിരിക്കും. ഏതായാലും മൂപ്പര് അതിന് നിൽക്കുന്നുണ്ട്. ഇവിടാണ് അതിൻ്റെ പരിപാടി. യെസ്. കാറ് ഈ ഭാഗത്തേക്ക് നീങ്ങട്ടോ. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിയിട്ട് അങ്ങനെ പോകുന്ന ഇത് നീങ്ങുമ്പോൾ ആ ഭാഗത്തുള്ളത് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലെ കാറ് ഒക്കെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ നമ്പറോ എന്തെങ്കിലും ഉണ്ടാവില്ലേ? കാറാ വേണ്ടതെന്നുണ്ടെങ്കിൽ കറങ്ങി തന്നെ വന്നിട്ട് ഇറക്കിയിട്ട് ബാക്കി മൊത്തത്തിൽ കറങ്ങൂലേ? ഏതായാലും കോഴിക്കോട് തന്നെ ഉണ്ട് കേട്ടോ. കോഴിക്കോട് മലബാറിൽ ആദ്യമായിട്ടല്ല, കോഴിക്കോട് കല്യാൺ ജ്വല്ലേഴ്സിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും അറിയിട്ടാട്ടോ. അറിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അറിയാവുന്നവർ കേരളത്തിൽ വേറെ എവിടെയൊക്കെ ഉള്ള അറിയാവുന്നവർ കമൻറ്റ് ചെയ്താളി. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ പോകുക കേട്ടോ. അങ്ങനത്തെ 3 ഡ്രോ ഉണ്ട്. 1 2 3 അങ്ങനെ എത്ര കാറിന് പാർക്ക് ചെയ്യാം? ഒരു ഡ്രോയിൽ 18 കാറിന് പാർക്ക് ചെയ്യാം. അങ്ങനെ 18 36 36 54 അല്ലേ? യെസ്, 54 കാറിന് പാർക്ക് ചെയ്യാം. അടുത്ത കാറത വരുന്ന എന്തായാലും കാറുകൾ അതിലേക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഏതായാലും ഉദ്ഘാടനം കഴിഞ്ഞ പിറ്റേ ദിവസം ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ആളുകളങ്ങനെ ഇഷ്ടംപോലെ ഇവിടെ കാണാനായിട്ട് തന്നെ ഒരുപാട് ആളുകൾ വരും. മുൻഭാഗം നല്ല സ്റ്റൈലായിരിക്കും അല്ലേ? അടിപൊളി. നല്ലൊരു കളറ്. അടിപൊളി ഒരു കളറാണ്. സ്ട്രെച്ചർ പെയിൻ്റ് ആട്ടോ. ഫുള്ള് സ്ട്രെച്ചർ പെയിൻ്റാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചെമ്മാട് ഹൈലൈറ്റിലേക്ക് കയറുകയാണ്. ഇവിടെയൊക്കെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ കഴിഞ്ഞ ഇന്ന് രാത്രി ഉണ്ടാകുമോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. പല പല ഷോപ്പുകൾ എന്നാൽ പക്ഷേ തന്നെ നമുക്കിവിടെ കാണുന്നത്. ഇവിടെയൊക്കെ വേൾഡ് കപ്പിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ആരൊരു ബോളൊക്കെ ആളിൽ പോയി വെക്കട്ടെ. മെസ്സി, CR7
ആൻഡ് നെയ്മർ 3 പേരുണ്ട്. അവിടുത്തെ സൗണ്ട് മ്യൂട്ടൊക്കെ അല്ലാതെ നിവൃത്തിയില്ല കേട്ടോ, കോപ്പിറൈറ്റ് വരും. അവിടെ നല്ല പാട്ട് നടക്കുന്നുണ്ട്. ആ പാട്ട് പോലും ഇതിൽ കേൾക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഒരു വട്ടം കോപ്പിറൈറ്റ് വന്നിരുന്നു. ഏതായാലും അതിന് മെനക്കെടണ്ടല്ലോ. കുട്ടികളുടെ കയ്യിലേക്ക് ആ ബോളൊക്കെ വെച്ച് കൊടുത്ത് കുട്ടികളെ നല്ല ഹരം. ഒരു 3-4 ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ, ബോൾ കൊണ്ടും പല സ്കില്ല് കാണിക്കുന്ന ഒരു ലേഡി ഉണ്ട്, ഒരു പെണ്ണുണ്ട് ഇവിടെ. അവളുടെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ കൊള്ളിക്കാം. യെസ്. വല്ലാത്ത പരിപാടിയില്ലേ. അപ്പോൾ പെൺകുട്ടിക്ക് സന്തോഷമായി ഉണ്ടാവും. ഏതായാലും നല്ല ഹരണ്ട് കേട്ടോ. ഇതിൻ്റെ ഹാള് കാണാൻ നല്ല രസമുണ്ട്. ആ പെൺകുട്ടിയുടെ സ്കില്ല് ഉണ്ടോ, 2 കയ്യിൽ ബാലൻസ് ആക്കിയിട്ട് ബോൾ തിരിക്കുക. നല്ല ബാലൻസിങ് പരിപാടി, അടിപൊളി. ഒരു കൈ തിരിച്ചിട്ട് മറ്റേ കൈ തിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. മാക്സിൻ്റെ ഷോപ്പ് ഇവിടെ. ഈ ഭാഗത്തായിട്ടാ ലിഫ്റ്റൊക്കെ വരുന്നത്, അവിടെ കണ്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് കയറി വെക്കാം. എസ്കലേറ്ററിൽ കയറി ഫസ്റ്റ് ലെയറിലേക്ക് എത്തിട്ടോ. ഫസ്റ്റ് ലെയറിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് മുകളിലുള്ള ഫുഡ് ഏരിയ മുകളിലാട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഫുള്ള് ഓപ്പൺ തന്നെയാണ്. ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയ തന്നെ കേട്ടോ. ഏതായാലും ചെമ്മാട് എന്ന് പറഞ്ഞ ഒരു ടൗണിൽ ഹൈലൈറ്റ് ഇതിന് വേണ്ടി മുതിർന്നത് ഒരു വലിയൊരു ടാസ്ക് തന്നെ ആയിട്ടോ. നമ്മളിതിൽ മുമ്പിൽ പല കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിച്ചിരുന്നു. ഏതായാലും നല്ലൊരു ടാസ്ക്കാണ് ഹൈലൈറ്റ് ഏറ്റെടുത്തത്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ടീമല്ലേ ഹൈലൈറ്റ്. കോഴിക്കോട് അടിപൊളിയായിട്ട് പോകുന്നില്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളൊരു പരിപാടി തന്നെ കേട്ടോ. അങ്ങനെ അടുത്ത ലെയറിലേക്ക് നമ്മൾ കയറുന്നു. യെസ്, ഇവിടാണ് ഫുഡ് ഏരിയ. ഫുഡ് ഏരിയ നല്ല വിസ്താരമുണ്ട് കേട്ടോ, ഒരുപാടുണ്ട് കേട്ടോ. ഒരു ചെമ്മാട് ടൗണിനെ അപേക്ഷിച്ച് ഈ ഫുഡ് ഏരിയ ഒക്കെ ഇഷ്ടം പോലെയാണ്. എന്നാലും വേറെ ഒന്നും കേട്ടോ, നമ്മുടെ ഹൈലൈറ്റ് എവിടെയെങ്കിലും എന്താ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൗണിലെ ആളുകൾ മാത്രമായിരിക്കില്ല അവിടേക്ക് വരുന്നത്. പല ടൗണുകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരും. അതുകൊണ്ട് തന്നെ ഫുഡ് ഏരിയ ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ഓർഡർ KFCൻ്റെത് ഇവിടെ തന്നെ. പിസ്സ ഹട്ട്. ഇവിടെ പുറത്തേക്ക് നല്ലൊരു കാഴ്ച ഉണ്ടല്ലോ. നമ്മൾ ഷോർട്ട് വീഡിയോ കണ്ടിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇവിടെ ഒരു പുഴ ഒഴുകുന്നത്, അതിൻ്റെ കാഴ്ച അടിപൊളിയായിട്ട് കാണാൻ അവിടെ. അതൊന്ന് കണ്ടു നോക്കണം. ഇവിടുന്ന് അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടെയുള്ള ആളുകളൊക്കെ ഇത് നമ്മളെ ഏരിയ അതാ, എങ്ങനെ ഏരിയ അതൊക്കെ ഒരെന്നെ കാണാം കേട്ടോ. കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫുഡ് ഏരിയയിൽ കൂടി എങ്ങനെ ഒന്ന് നടക്കാം നമുക്ക് സ്പീഡിൽ. അത് കഴിഞ്ഞ് ഫുഡ് ഏരിയൻ്റെ തൊട്ട ഭാഗത്ത് തന്നെ കേട്ടോ നമ്മുടെ പ്ലേ ഏരിയ കളിക്കും മക്കൾക്കുള്ള പ്ലേ ഏരിയ ഇവിടെ തന്നെയാണ്.
കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തൊക്കെയാന്ന് ഇവിടെ നോക്കട്ടെ നമുക്കിവിടെ. കുട്ടികൾക്ക് ഇതാ ഇവിടെ കുതിര, ഇവിടെ ചാടി കളിക്കാനുള്ളത്. ഇവിടെ ഹൈലൈറ്റിൽ നടത്തുന്ന ടീം തന്നെ കേട്ടോ ഇവിടെയും നടത്തുന്നത്. അത്യാവശ്യം ഹൈലൈറ്റ് കോഴിക്കോട് ഹൈലൈറ്റിൽ ഞാൻ നേരത്തെ ഹൈലൈറ്റ് തന്നെ കോഴിക്കോട് ഹൈലൈറ്റ് ആട്ടോ പറഞ്ഞിട്ട് കേട്ട്. ഏതായാലും കോഴിക്കോട് ഹൈലൈറ്റ് അത്ര ഇല്ലെങ്കിലും എന്നാലും ഈ ഒരു 3 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഹൈലൈറ്റ് മാളിലേക്ക് ഇതൊക്കെ മതി. നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ വരുന്നത് 14 ലക്ഷം സ്ക്വയർ ഫീറ്റിലല്ലേ. അത് കഴിഞ്ഞിട്ട് പ്ലേ ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ അതിനുള്ളിൽ കൂടി നടന്നിട്ട് ഓരോ ഭാഗത്ത് കൂടി താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള ഓരോ പരിപാടികൾ. ഇത് കുറേ ഉണ്ടല്ലോ. അത് കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ പൈസ നല്ല കൊടുക്കേണ്ടി വരും അല്ലേ. ഏതായാലും ഫുഡ് കോർട്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ താഴത്തേക്ക് കുറച്ച് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നെസ്റ്റൊക്കെ ഏത് ഭാഗത്താണേക്കും. നെസ്റ്റൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അതുപോലെ ആ പുഴവക്കിലേക്കാണല്ലോ പോകുന്നത്. ഉണ്ടല്ലോ അടിയിലും ഷോപ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ. അവിടെ അടിയിലേക്ക് വേറെ എസ്കലേറ്റർ ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പാർക്കിങ്ങൊക്കെ അടിയിലേക്കാട്ടോ. 2 വീലർ പാർക്കിങ്ങൊക്കെ ഈ ഭാഗത്ത് സൈഡിലേക്കാണ്. അതുപോലെ ഇവിടെ നിന്നുള്ള കാഴ്ച ഇവിടെ നിന്ന് അടിപൊളി. സൈഡിൽ കൂടി നല്ല പുഴയൊക്കെ നല്ല കലക്ക് വെള്ളം, മഴ പെയ്തിട്ടുള്ള വെള്ളം കേട്ടോ. ഇവിടെയൊക്കെ കുറച്ചുകൂടിയൊക്കെ വർക്ക് കഴിയാനുണ്ട്. ഇവിടെ നേരെ കറക്റ്റ് ഫ്രണ്ട് ഭാഗത്താണ് പാർക്കിംഗ് ഏരിയ ഒക്കെ. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ. ഇനി 2 വീലർ മാത്രമാണോ കാറുണ്ടോ അത് നമ്മളെ മറ്റേ പാർക്കിംഗ് അത് അവിടെ കിടക്കുന്ന അടിപൊളി. അതിൽ കാറൊക്കെ കാലിയായ തിരക്ക് കൂടും. നാളെ ഇപ്പം നല്ല തിരക്കായിരിക്കും. ഞായറാഴ്ചകളിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ.